നാഡീവ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള SCERT ചാപ്റ്റർ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലാണ് നമുക്ക് നാഡീവ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗം പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ചുറ്റുപാടിൽ നിന്നുള്ള ഉദ്ദീപനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉദ്ദീപനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ മുകളിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ, കുറേ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നതിൻ്റെയൊക്കെ ചിത്രമാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? കുട്ടികൾക്കും മറ്റു ജീവികൾക്കും വിവിധങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെ അനുഭവങ്ങളാണ്? അതായത് ഒരു കുട്ടി മാമ്പഴം രുചിക്കുന്നുണ്ട്, ഒരാൾ ഒച്ചിനെ പോയിട്ട് തൊടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒച്ചിനെ തൊടുന്ന സമയത്ത് ആ ഒച്ചിൻ്റെ ശരീരം ഉള്ളിലേക്ക് വലിയുന്നു. അപ്പോൾ ഇവിടെ കുട്ടികളും അല്ലെങ്കിൽ മറ്റു ജീവികളും എന്തിനോടെല്ലാമാണ് പ്രതികരിച്ചത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? രുചി അല്ലേ, രുചി, സ്പർശം, ഇതിനോടെല്ലാം തന്നെ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം പ്രേരണകളാണ് എന്ത്? ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, വിശപ്പ്, ദാഹം, ഇതെല്ലാം എന്താണ്? നമ്മുടെ ശരീരത്തിന് അകത്തുണ്ടാവുന്ന ഉദ്ദീപനങ്ങളാണ് അല്ലേ. നമുക്ക് പ്രതികരിക്കാനായിട്ട് കാരണമാകുന്ന എല്ലാ പ്രേരണയും, വിശപ്പ് നമുക്ക് പ്രതികരിക്കാനായിട്ട് കാരണമാകുന്നതാണ്, ദാഹം അല്ലേ. അപ്പോൾ വിശപ്പ്, ദാഹം, ഇതെല്ലാം നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടാവുന്ന ഉദ്ദീപനങ്ങളാണ്. അപ്പം നമുക്ക് ജീവികൾക്ക് പ്രതികരിക്കാനായിട്ട് കാരണമാകുന്ന ഏത് പ്രേരണയാണെങ്കിലും അതിനെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? ഉദ്ദീപനങ്ങൾ എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന സവിശേഷ കോശങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ രുചി എന്ന് പറയുന്നത് നാവിലൂടെയാണ്. അങ്ങനെ കുറച്ച് പിക്ചറാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉദ്ദീപനം എന്താണ് എന്നുള്ളത്. ഈ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും എന്തുണ്ട്? അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കോശങ്ങളുണ്ട്. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ സവിശേഷമായിട്ടുള്ള കോശങ്ങളുണ്ട്. ഇവയാണ് ഗ്രാഹികൾ അഥവാ റിസപ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഗ്രാഹികൾ? ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും പ്രത്യേകമായിട്ടുള്ള കോശങ്ങളുണ്ട്. ഇതാണ് ഗ്രാഹികൾ അഥവാ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവ എന്ത് ചെയ്യും? ഉദ്ദീപനങ്ങളെ സ്വീകരിച്ചതിന് ശേഷം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം ഉചിതമായിട്ടുള്ള സന്ദേശങ്ങൾ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിൽ എത്തുന്നതോടുകൂടിയിട്ടാണ് പൊതുവെ പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്പം നമ്മൾ വിശന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അല്ലേ, അപ്പോൾ അതിനോട് നമ്മൾ പ്രതികരിക്കുകയാണ്. അപ്പോൾ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് എന്ത് ചെയ്യുന്നു? ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ എവിടെ എത്തണം? നമ്മുടെ തലച്ചോറിൽ എത്തണം. അപ്പോഴാണ് നമ്മൾ അതുമായിട്ട് പ്രതികരിക്കുന്നത്. ഓക്കെ, പ്രതികരണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതാണ് നാഡീവ്യവസ്ഥ. അപ്പം എന്താണ് നാഡീവ്യവസ്ഥ? നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഈ പ്രവർത്തനങ്ങൾ? ഏത് പ്രവർത്തനങ്ങളാണ്? ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നത് ഗ്രാഹികളാണ്. അവ ഗ്രാഹികൾ സ്വീകരിച്ച് അത് തലച്ചോറിലോട്ട് എത്തുന്നു. തലച്ചോറിലോട്ട് എത്തുമ്പോഴാണ് നമ്മളുടെ പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? നാഡീവ്യവസ്ഥയാണ്. കിട്ടിയോ? നാഡീവ്യവസ്ഥയാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നാഡീകോശം, ന്യൂറോൺ എന്ന് പറയുന്നത് എന്താണ്? നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ എന്ന് പറയുന്നത്. ഓക്കെ, നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ എന്ന് പറയുന്നത്. മറ്റെല്ലാ കോശങ്ങളെയും പോലെ നാഡീകോശത്തിനും എന്തുണ്ട്? കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും അതായത് മർമ്മവും ഉണ്ട്. നമ്മൾ പറഞ്ഞു ഒരു കോശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് കോശസ്തരം, കോശദ്രവ്യം,
ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മറ്റെല്ലാ കോശങ്ങളെയും പോലെ തന്നെ നാഡീകോശത്തിനും എന്തുണ്ട്? കോശസ്തരമുണ്ട്, കോശദ്രവ്യമുണ്ട്, ന്യൂക്ലിയസും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി പഠിക്കാനുള്ളത് എന്താണ്? നാഡീകോശവും അതിൻ്റെ പാർട്സുമാണ്, അതിൻ്റെ ഓരോന്നിൻ്റെയും ഫംഗ്ഷനാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കുക, ഇത് നമ്മൾ നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലാസ്സും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കാണുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കുക, ഇവിടെ നാഡീകോശം തന്നിട്ടുണ്ട്. നാഡീകോശത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ശ്വാൻ കോശം, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞ് ഒത്തിരി ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒരു കോശത്തിൻ്റെ കോശസ്തരം, കോശദ്രവ്യം, ന്യൂക്ലിയസ് അല്ലേ? അപ്പോൾ അവിടെ കോശസ്തരം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലൂ കളറിലാണ് ഇത് 3 അടയാളപ്പെടുത്തിയിട്ടുള്ളത്. കോശശരീരം, കോശദ്രവ്യം, ന്യൂക്ലിയസ്. അത് 3 എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്നുള്ള കാര്യം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കോശം എന്ന് പറയുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യത്തേത് ഡെൻഡ്രൈറ്റ്. ഓക്കെ, ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മരത്തിൻ്റെ ചില്ലകൾ പോലെ കാണുന്നില്ലേ? കുഞ്ഞു കുഞ്ഞു ശാഖകളായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലേ? അതാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് അല്ലേ? ഡെൻഡ്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കാണുന്ന കുറച്ച് തിക്കായിട്ടുള്ള, അതായത് ആ ശാഖകൾ എവിടെ നിന്നാണ് വരുന്നത്? ആ ഭാഗമാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. കാണുന്നുണ്ടല്ലോ അടയാളപ്പെടുത്തിയത്? ഈ ഭാഗങ്ങളാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് എന്ത്? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ആ ചില്ല പോലെ കാണുന്നതാണ് ഡെൻഡ്രൈറ്റ്. ഓക്കെ, അപ്പോൾ ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം, അതായത് ഇവിടെ നമ്മളിപ്പോൾ ഒരു നാഡീകോശം വരച്ചു, ഇവിടെ ഇപ്പുറത്ത് അതുപോലെ തന്നെ എന്തുണ്ടാവും? ഇവിടെയും ഒരു നാഡീകോശം നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത്, തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഈ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന ഈ ശാഖകളുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇപ്പുറത്തൊരു ന്യൂറോൺ ഉണ്ട്, അവിടെ നിന്നും സന്ദേശങ്ങൾ ഈ ചില്ല വഴി, ആ ചില്ലയാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്തു? ആ സന്ദേശങ്ങളെ സ്വീകരിച്ചു. അപ്പോൾ അടുത്ത ആളാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡെൻഡ്രോൺ എത്തി. ഇനി കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തു, നമ്മൾ പറഞ്ഞ ഈ ശാഖ സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞു ലൈൻ ഇല്ലേ? ഇവിടെ കാണുന്ന കുഞ്ഞു ലൈനാണ് എന്ത് പറയുന്നത്? ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഞാൻ ലൈൻ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അതാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? നമ്മൾ ബോർഡിൽ കറക്റ്റായിട്ട് നല്ല രീതിയിൽ വലിയ പിക്ചറൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെൻഡ്രൈറ്റ് മാച്ചു കേട്ടോ. ഡെൻഡ്രൈറ്റ് എന്താണെന്ന് മനസ്സിലായില്ല? ആ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. ഇനി ഡെൻഡ്രോൺ മാത്രം അടയാളപ്പെടുത്തി തരാം. അതായത് ഈ ഡെൻഡ്രൈറ്റ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഈ കുഞ്ഞു ലൈനാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. കാണുന്നുണ്ടല്ലോ? അപ്പോൾ ഏറ്റവും നീളം കുറഞ്ഞ തന്തുവാണ്, കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഈ കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ ഈ ഒരു കുഞ്ഞു ലൈനാണ് ഡെൻഡ്രോൺ. ഇത് എന്താണ് ഫംഗ്ഷൻ ഡെൻഡ്രോണിൻ്റെ? നമ്മൾ പറഞ്ഞു ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്തു? തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിച്ചു. ആ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ആ ആവേഗങ്ങളെ, ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നു. കോശശരീരം ഏതാണ്? ഇതാണ് നമ്മുടെ കോശശരീരം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ കോശശരീരത്തിലോട്ട് എത്തിക്കുന്നത് ആരാണ്? ഡെൻഡ്രോൺ ആണ്. ഓക്കെ, അപ്പോൾ പിക്ചർ വെച്ച് പഠിക്കുകയാണെങ്കിൽ എളുപ്പമാണ്. ആദ്യം കാണുന്ന ആൾ ശാഖയാണ്, ഡെൻഡ്രൈറ്റ് ആണ്. അത് അടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിച്ചു. അതെന്താണ്? ഡെൻഡ്രോൺ വഴി ഡെൻഡ്രോൺ എന്ത് ചെയ്യുന്നു? ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശശരീരത്തിലോട്ട്, ഇവിടേക്കോട്ട് എത്തിക്കുന്നു, കോശശരീരത്തിലോട്ട് എത്തിക്കുന്നു. കിട്ടിയല്ലോ? ഇനി ശ്വാൻ കോശം, അടുത്ത ആളാണ് ശ്വാൻ കോശം. ശ്വാൻ കോശം എന്ന് പറയുന്നത് എവിടെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? ഇവിടെ ഇങ്ങനെ നീളത്തിൽ കാണുന്നില്ലേ? അപ്പോൾ അതിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ? അതാണ് ശ്വാൻ കോശം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആക്സോൺ പഠിക്കണം അല്ലേ? ആക്സോൺ, ഡെൻഡ്രോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ആവേഗങ്ങളെ കോശ ശരീരത്തിലോട്ട് എത്തിക്കുന്നു. അത്രയും പഠിച്ചു. ഇനി ആക്സോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു ഏതാണ്? ആക്സോൺ. ഈ യെല്ലോ കളറിൽ ഇങ്ങനെ നീളത്തിൽ കാണുന്നില്ലേ? അതാണ് ആക്സോൺ എന്ന് പറയുന്നത്. അപ്പോൾ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഇവ എന്ത് ചെയ്യുന്നു?
കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നു. അപ്പൊ ഡെൻഡ്രൈറ്റ് ആവേഗങ്ങൾ സ്വീകരിച്ചു, അത് ഡെൻഡ്രോൺ വഴി കോശ ശരീരത്തിലെത്തി. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവായിട്ടുള്ള ആക്സോണിലൂടെ ഈ ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് സംവഹിക്കുന്നു. ഓക്കെ, പുറത്തേക്ക് സംവഹിക്കുന്നു. അപ്പോൾ ഇവിടെ ആക്സോണിന്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട് അല്ലെ, വൈറ്റ് കളറിൽ ഇങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ട്. അതാണ് ശ്വാൻ കോശം. ആ ശ്വാൻ കോശം എന്താണ് ചെയ്യുന്നത്? ഈ ആവരണത്തെ അല്ലെ, ആക്സോണിനെ ചുറ്റിയല്ലേ കാണുന്നത്. അപ്പൊ ആക്സോണിനെ വലയം ചെയ്യുന്ന ആളാണ് ശ്വാൻ കോശം. ശ്വാൻ കോശം എന്താണ്? ആക്സോണിനെ വലയം ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഇപ്പൊ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ ആക്സോണിനെ വലയം ചെയ്ത് കാണുന്നതാണ് ശ്വാൻ കോശം. അപ്പൊ എന്തൊക്കെ സംഭവിച്ചു? ഇപ്പോൾ ഡെൻഡ്രൈറ്റ്, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തറോ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് ആ ചിത്രം നോക്കി മനസ്സിലാക്കി പഠിക്കുക. ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്തു? തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിച്ചു. ഓക്കെ, ഇയാള് സന്ദേശങ്ങൾ സ്വീകരിച്ചു. അതിനുശേഷം ഈ നീളം കുറഞ്ഞ തന്തു ഡെൻഡ്രോൺ എന്ത് ചെയ്തു? അതിനെ സ്വീകരിച്ചിട്ട് അത് ഇപ്പുറത്ത് കിടക്കുന്ന കോശ ശരീരത്തിലോട്ട് എത്തിച്ചു. ഈ കോശ ശരീരത്തിൽ നിന്നും എന്ത് ചെയ്തു? ആവേഗങ്ങളെ ആക്സോൺ ഇങ്ങനെ കൊണ്ടുപോയിട്ട് പുറത്തോട്ട് എത്തിച്ചു. ഓക്കെ, അപ്പോൾ ആ ആക്സോണിനെ ചുറ്റി കാണുന്നതാണ് ശ്വാൻ കോശം. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ആക്സോണൈറ്റ്. അപ്പോൾ ഈ ആക്സോൺ എന്ന് പറയുന്നത് പുറത്തേക്ക് എന്ത് കൊണ്ടുപോയി? ആവേഗങ്ങളെ കൊണ്ടുപോയി. ഈ ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നതാണ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കാണുന്ന ഈ ശാഖകൾ, ആക്സോണിന്റെ ഈ 2-3 ശാഖകൾ കാണുന്നില്ലേ, ആ ഭാഗമാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. ഈ ആക്സോണൈറ്റ് എന്ത് ചെയ്യുന്നു? ഈ കൊണ്ടുപോയിട്ടുള്ള ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബ്, ഏതാണ് സിനാപ്റ്റിക് നോബ്? തൊട്ടടുത്ത് കാണുന്ന ഈ ശാഖകളിൽ ഓരോ കുഞ്ഞു ബോൾ പോലെ ഇങ്ങനെ കാണുന്നില്ലേ, അതാണ് സിനാപ്റ്റിക് നോബ്. അപ്പോൾ ആക്സോണിൽ നിന്നും ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലോട്ട് എത്തിക്കുന്നത് ഇവിടെ കാണുന്ന ആക്സോണൈറ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നു. അപ്പൊ ഇനി സിനാപ്റ്റിക് നോബ് എന്താണ്? ആക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ് അല്ലെ ആക്സോണൈറ്റിന്റെ. ഇതാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. ആക്സോണൈറ്റ് കാണുന്നുണ്ടല്ലോ, ഇതാണ് ആക്സോണൈറ്റ്. ഈ ആക്സോണൈറ്റിന്റെ അഗ്രഭാഗമാണ് എന്ത്? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്താണ്? ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലെത്തി. അതിനുശേഷം എന്താണ്? നാഡീയ പ്രേഷകം സ്രവിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ നാഡീകോശത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓരോ പാർട്സ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഓരോന്നിൻ്റെ ഫംഗ്ഷൻ പഠിച്ചു. ഒന്നുകൂടെ പറയാം. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണിൻ്റെ ഈ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്തു? തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിച്ചു. അത് എന്ത് ചെയ്തു? ഡെൻഡ്രോൺ എന്ന് പറയുന്ന നീളം കുറഞ്ഞ തന്തു കോശ ശരീരത്തിലോട്ട് എത്തിക്കുന്നു. അപ്പോൾ എന്താണ്? ആ കോശ ശരീരത്തിലോട്ട് എത്തിച്ച ആവേഗങ്ങളെ നീളം കൂടിയ ആക്സോൺ എന്ത് ചെയ്യുന്നു? ശരീരത്തിന് പുറത്തോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൻ്റെ ചുറ്റും വലയം ചെയ്ത് കാണപ്പെടുന്നതാണ് ശ്വാൻ കോശം. ആ ആക്സോണൈറ്റിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളതിനെ ആക്സോണിൻ്റെ ശാഖകൾ എവിടേക്ക് എത്തുന്നു? ആക്സോണൈറ്റ് എവിടേക്ക് എത്തിക്കുന്നു? സിനാപ്റ്റിക് നോബിലോട്ട് എത്തിക്കുന്നു. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് എന്താണ്? ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമാണ്. നാഡീയ പ്രേഷകം സ്രവിക്കുന്നു എന്നുള്ളതാണ് സിനാപ്റ്റിക് നോബിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയുമാണ് എന്ത്? നമ്മുടെ നാഡീകോശത്തിൻ്റെ ഘടനയും ധർമ്മവും എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് മൈലിൻ ഷീത്ത് എന്താണ് എന്നുള്ളത്. ഓക്കെ, മിക്ക ആക്സോണുകളുടെയും കൊഴുപ്പടങ്ങിയ മയലിൻ എന്ന് പറയുന്ന സ്ഥലം ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു. അപ്പം ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന കൊഴുപ്പടങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ത്? മയലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആക്സോണുകളെ വലയം ചെയ്ത് കാണപ്പെടുന്ന കൊഴുപ്പടങ്ങിയിട്ടുള്ളൊരു എന്താണ്? ആവരണമാണ് മയലിൻ എന്ന് പറയുന്നത്. ഇവയാണ് എന്തെന്ന് പറയുന്നത്? മയലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അപ്പം ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്നതാണ് മയലിൻ ഷീത്ത്. ഇവിടെ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, മയലിൻ ഷീത്ത്. അപ്പോൾ എന്താണ് മയലിൻ ഷീത്തിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കൂട്ടം ആക്സോണുകൾ ചേർന്നതാണ് നാഡി. നാഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു കൂട്ടം ആക്സോണുകൾ ചേർന്നതാണ്. ആക്സോൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ആക്സോൺ ആണ് കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ ശരീരത്തിന് പുറത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാണ് ആക്സോണുകൾ. നീളം കൂടിയ തന്തുവാണ്. അപ്പോൾ ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് എന്ത്? നാഡി എന്ന് പറയുന്നത്. അവയിലെ മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ശ്വാൻ കോശങ്ങളാലാണ്. നമ്മൾ പറഞ്ഞു അല്ലെ, ശ്വാൻ കോശം ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന ആ വൈറ്റ് കളറിലുള്ളതാണ് ശ്വാൻ കോശം. അപ്പോൾ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ശ്വാൻ കോശങ്ങളാലാണ് നിർമ്മിതമായിട്ടുള്ളത്. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത്
ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. എവിടെയൊക്കെയാണ്? മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഒളിഗോഡെൻഡ്രൈറ്റുകൾ, ഓക്കെ, ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. അപ്പോൾ മൈലിൻ ഷീറ്റിന്റെ നിറം എന്താണ്? തിളങ്ങുന്ന വെള്ള നിറമാണ്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ. ഓക്കെ, എന്താണ് വൈറ്റ് മാറ്റർ? മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ. അപ്പോൾ മൈലിൻ ഷീത്ത്, അത് ശ്വാൻ കോശം എന്ന് പറയുന്നത് വൈറ്റ് കളറിലല്ലേ, അപ്പോൾ അത് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗം വൈറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ വൈറ്റ് മാറ്റർ ആ രീതിയിൽ ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി മൈലിൻ ഷീത്ത് ഇല്ലെങ്കിൽ അതെന്താണ്? അപ്പോൾ അതിനെ ഗ്രേ മാറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, മൈലിൻ ഷീത്ത് ഇല്ലെങ്കിൽ അതിനെ ഗ്രേ മാറ്റർ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ വൈറ്റ് മാറ്ററും മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒളിഗോഡെൻഡ്രോസൈറ്റുകളും ശ്വാൻ കോശങ്ങളും എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവയാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകളും ശ്വാൻ കോശങ്ങളും. ഓക്കെ, നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവയാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകളും പിന്നെ എന്തൊക്കെയാണ്? ശ്വാൻ കോശങ്ങളും. ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിന്റെ വിവിധ ഭാഗങ്ങളെ പല തവണ പൊതിഞ്ഞോ മൈലിൻ ഷീത്ത് നിർമ്മിക്കുന്നു. ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ത് ചെയ്യുന്നു? ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ അല്ലെങ്കിൽ ഒരു ആക്സോണിന്റെ വിവിധ ഭാഗങ്ങളെ പല തവണ പൊതിഞ്ഞോ മൈലിൻ ഷീത്ത് നിർമ്മിക്കുന്നു എന്നാണ് പറയുന്നത്. നാഡികളിലെ ആക്സോണുകളിൽ ശ്വാൻ കോശങ്ങളാൽ നിർമ്മിതമായ മൈലിൻ ഷീത്ത് കാണപ്പെടുന്നു. ഒരു ശ്വാൻ കോശം ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നു. ഓക്കെ, ഇനി നോക്കുക. ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുക, അതുപോലെ ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായിട്ട് വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക എന്നിവയാണ് മൈലിൻ ഷീത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ. അപ്പോൾ ആക്സോണിനെ വലയം ചുറ്റി കാണപ്പെടുന്ന ശ്വാൻ കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷനാണ് പറയുന്നത്. എന്ത് നോക്കുക? ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായിട്ട് വർത്തിക്കുക, അതുപോലെ തന്നെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക എന്നിവയാണ് മൈലിൻ ഷീത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മൈലിൻ ഷീത്ത് കാണപ്പെടുന്ന നാഡീകോശം വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞു, മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങളെ ഗ്രേ മാറ്റർ എന്നും പറഞ്ഞു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. മൈലിൻ ഷീത്തിന്റെ രൂപീകരണം ശ്വാൻ കോശങ്ങളാലാണ്. ഗ്രേ മാറ്റർ എന്താണ്? മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശം. വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശം. മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ, മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങളായി. ഇനി നോക്കുക, സന്ദേശങ്ങളുടെ രൂപപ്പെടലും പ്രേഷണവുമാണ് പറയുന്നത്. അതായത് നാഡീവ്യവസ്ഥ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കുന്നത് സന്ദേശങ്ങളിലൂടെയാണ്. നാഡീവ്യവസ്ഥ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കുന്നത് എന്തിലൂടെയാണ്? സന്ദേശങ്ങളിലൂടെയാണ്. ഈ സന്ദേശങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഓരോ ചിത്രങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. നാഡീകോശത്തിന്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നാഡീകോശത്തിന്റെ കോശസ്തരത്തിന് പുറത്ത്, കോശസ്തരം എന്താണെന്ന് നമ്മൾ പഠിച്ചല്ലോ. കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് എന്താണ്? നെഗറ്റീവ് ചാർജുമാണ് നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ചില അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് ചാർജ് പുറത്തും അകത്ത് നെഗറ്റീവ് ചാർജ് നിലനിൽക്കാൻ കാരണം എന്താണ്? ചില അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം എന്നാണ് പറയുന്നത്. ഇനി ഉദ്ദീപിക്കപ്പെടുമ്പോൾ
ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാകുന്നതിനാൽ കോശസ്തരത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായി മാറുന്നു. എന്തുകൊണ്ടാണ്? ഉദ്ദീപിക്കപ്പെടുമ്പോൾ, ഉദ്ദീപനം എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ഉദ്ദീപിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് കോശസ്തരത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജും ആയിട്ട് മാറുന്നു. ഓക്കെ, സാധാരണ കോശസ്തരത്തിന് പുറത്ത് എന്താണ്? നെഗറ്റീവും ഉള്ളില് പോസിറ്റീവും, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ കോശസ്തരത്തിനകത്ത് പോസിറ്റീവ് ചാർജ് പുറത്ത് നെഗറ്റീവ് ചാർജുമായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നൈമിഷികമായി ഉണ്ടാകുന്ന ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് സമാന രീതിയിലുള്ള ചാർജ് വ്യതിയാനം ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു നാഡീ വ്യവസ്ഥയുടെ ഫംഗ്ഷൻ നമ്മൾ ഓരോ ഭാഗമായിട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ ഉദ്ദീപിക്കപ്പെടുമ്പോൾ, അതായത് സിനാപ്റ്റിക് നോബിൽ എത്തിയിട്ട് അവിടെ ഉദ്ദീപിക്കപ്പെടുമ്പോൾ നാഡീയ പ്രേഷകം സ്രവിക്കുന്ന സമയത്ത് അവിടെ എന്ത് വ്യത്യാസം ഉണ്ടാകുന്നു? കോശസ്തരത്തിനകത്തുള്ള പോസിറ്റീവ് ചാർജ് അല്ലെ, കോശസ്തരത്തിന് പുറത്തുള്ള നെഗറ്റീവ് ചാർജ് പോയിട്ട് പോസിറ്റീവും ഉള്ളിൽ എന്തായിട്ട് മാറും? പോസിറ്റീവ് ചാർജുമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അകത്ത് പോസിറ്റീവും പുറത്ത് നെഗറ്റീവും ആയിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ സമയത്തിന് വേണ്ടി മാത്രം ഉണ്ടാകുന്ന ഈ ചാർജ് വ്യതിയാനം എന്ത് സംഭവിക്കുന്നു? തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് സമാന രീതിയിലുള്ള ചാർജ് വ്യതിയാനം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഈ പ്രക്രിയ തുടരുകയും ചെയ്യുന്നു. അങ്ങനെയാണ് വൈദ്യുത പ്രവാഹമായിട്ട് സന്ദേശങ്ങൾ പ്രവഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാഡീകോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന ഈ സന്ദേശങ്ങളാണ് നാഡീയ ആവേഗങ്ങൾ. അപ്പോൾ എന്താണ് നാഡീയ ആവേഗങ്ങൾ എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ നാഡീകോശത്തിൻ്റെ ഫംഗ്ഷൻ പഠിച്ചു. അപ്പോൾ അതിൽ സിനാപ്റ്റിക് നോബിൽ നിന്നും നാഡീയ പ്രേഷകങ്ങൾ സ്രവിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഉദ്ദീപിക്കപ്പെടുന്ന സമയത്ത് ആ ഭാഗത്തെ അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാകുന്നത് കൊണ്ട് കോശസ്തരത്തിനകത്ത് എന്തായിട്ട് മാറും? പോസിറ്റീവ് ചാർജായിട്ട് മാറും. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? കോശസ്തരത്തിന് അകത്ത് നെഗറ്റീവും പുറത്ത് പോസിറ്റീവും ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഉദ്ദീപിക്കപ്പെടുന്ന സമയത്ത് കോശസ്തരത്തിനകത്തെ ചാർജ് പോസിറ്റീവും പുറത്ത് നെഗറ്റീവ് ചാർജുമായിട്ട് മാറുന്നു കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ആ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ചാർജ് മാറുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിക്കുകയും ഇതുപോലെ തന്നെ സമാന രീതിയിലുള്ള ചാർജ് വ്യതിയാനം ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ തവണയും ഇങ്ങനെ പ്രക്രിയ തുടരുന്നത് വഴി എന്ത് സംഭവിക്കുന്നു? വൈദ്യുത പ്രവാഹമായിട്ട് സന്ദേശങ്ങൾ പ്രവഹിക്കുന്നു. ഇത് നാഡീകോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളെയാണ് നാഡീയ ആവേഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സിനാപ്സ് എന്താണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, ഗ്രാഹീകോശങ്ങളിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മസ്തിഷ്കത്തിൽ എത്തിക്കുകയും മസ്തിഷ്കം അതിനെ വിശകലനം ചെയ്ത് ഉചിതമായ പ്രതികരണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ഇത് സാധ്യമാകണമെങ്കിൽ ഒരു നാഡീകോശത്തിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മറ്റ് നാഡീകോശങ്ങളിലേക്കും ബന്ധപ്പെട്ട മറ്റു കോശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് സിനാപ്സ് എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞു? ഗ്രാഹീകോശങ്ങളിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ. എങ്ങനെയാണ് സന്ദേശങ്ങൾ രൂപപ്പെടുന്നതെന്ന് പറഞ്ഞു. ആ സന്ദേശങ്ങൾ മസ്തിഷ്കത്തിൽ എത്തിക്കുകയും മസ്തിഷ്കം അതിനെ വിശകലനം ചെയ്ത് അതിന് കറക്റ്റായിട്ടുള്ള പ്രതികരണത്തിന് നിർദ്ദേശം നൽകണം അല്ലേ. നമ്മുടെ സന്ദേശങ്ങളെല്ലാം തലച്ചോറിലെത്തി അതവിടെ വിശകലനം ചെയ്ത് അതിന് ആപ്റ്റായിട്ടുള്ള പ്രതികരണം നമ്മളിലോട്ട് വരികയാണ് അല്ലേ. അപ്പം അങ്ങനെ നിർദ്ദേശം ചെയ്യുന്നു. ഇത് സാധ്യമാകണമെങ്കിൽ എന്ത് വേണം? ഒരു നാഡീകോശത്തിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മറ്റ് നാഡീകോശങ്ങളിലേക്കും ബന്ധപ്പെട്ട മറ്റു കോശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, സിനാപ്സ് കൊടുത്തിട്ടുണ്ട്. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. സിനാപ്സ് എന്താണ്? രണ്ടു നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് എന്ത്? സിനാപ്സ് എന്ന് പറയുന്നത്. ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കളെ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. അപ്പോൾ ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ എവിടെ എത്തുന്നുണ്ട്? സിനാപ്റ്റിക് നോബിൽ എത്തുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ സമയത്ത് ചില രാസവസ്തുക്കൾ എവിടെ? സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നുണ്ട്. ഈ രാസവസ്തുക്കളാണ് നാഡീയ പ്രേഷകങ്ങൾ.
ഓക്കെ, ആക്സോണിൽ നിന്നും വൈദ്യുതാവേഗങ്ങൾ എവിടേക്ക്, സിനാപ്റ്റിക് നോബിലേക്ക് എത്തുന്ന സമയത്ത് ചില രാസവസ്തുക്കൾ സിനാപ്റ്റിക്കിന്റെ വിടവിലേക്ക് സ്രവിക്കുന്നു. ഇതിനെയാണ് നാഡീയ പ്രേഷകങ്ങൾ എന്ന് പറയുന്നത്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുത ആവേഗങ്ങൾ സൃഷ്ടിക്കുന്നു. ഓക്കെ, അസറ്റൈൽ കോളിൻ, ഡോപ്പമിൻ എന്നിവ നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണം എന്താണ്? അസറ്റൈൽ കോളിൻ, ഡോപ്പമിൻ എന്നിവയാണ് നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണം. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് സിനാപ്സുകളുടെ ധർമ്മം. അപ്പോൾ സിനാപ്സുകളുടെ ധർമ്മം എന്താണ്? ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് സിനാപ്സ്? രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ ചില രാസവസ്തുക്കളെ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ഈ രാസവസ്തുക്കളാണ് എന്ത്? നാഡീയ പ്രേഷകങ്ങൾ എന്ന് പറയുന്നത്. ഇവ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുത ആവേഗങ്ങൾ സൃഷ്ടിക്കുന്നു. അസറ്റൈൽ കോളിൻ, ഡോപ്പമിൻ എന്നിവ നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് സിനാപ്സുകളുടെ ധർമ്മം. അപ്പോൾ ഇത് നമ്മൾ നാഡീവ്യവസ്ഥ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ SCERT വെച്ചെടുക്കാൻ കാരണം ഇപ്പോഴത്തെ PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് SCERTയിലെ ചില സെൻറ്റൻസുകളൊക്കെ അതുപോലെ കൊടുത്തിട്ടൊക്കെയാണ് നമുക്ക് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ SCERTയിലെ ഓരോ പോയിന്റും വായിക്കാനായിട്ട് കാര്യം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് വായിച്ച് ക്ലാസ് കാണുക, അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ് റൂം സെക്ഷനും കൂടെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ സിനാപ്സ് എന്താണ് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? ഇനി വിവിധ തരം നാഡീകോശങ്ങൾ. സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ സംവേദ നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും തരംതിരിക്കാം. ഓക്കെ, സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ എങ്ങനെ തിരിക്കാം? സംവേദ നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ, ഇവിടെ നോക്കുക, മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് എന്ത്? സംവേദ നാഡീകോശങ്ങൾ. ഓക്കെ, സംവേദ നാഡീകോശങ്ങൾ എന്താണ്? മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദ നാഡീകോശങ്ങൾ. പ്രേരക നാഡീകോശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പ്രേരക നാഡീകോശങ്ങൾ. ഓക്കെ, അപ്പോൾ സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സംവേദ നാഡീകോശം എന്നും പ്രേരക നാഡീകോശം എന്നും. ഓക്കെ, അപ്പോൾ സംവേദ നാഡീകോശം എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്നു. പ്രേരക നാഡീകോശങ്ങൾ എന്ന് പറയുമ്പോൾ മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്ന ആളാണ് പ്രേരക നാഡീകോശങ്ങൾ. ഓക്കെ, അപ്പോൾ സംവേദ നാഡീകോശങ്ങളും പ്രേരക നാഡീകോശങ്ങളും എന്താണ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കുക, നാഡികളും അവയുടെ പ്രത്യേകതയുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ കോളം ഇമ്പോർട്ടൻ്റ് ആണ്. സംവേദ നാഡി. ഓക്കെ, സംവേദ നാഡി എന്താണെന്ന് നമ്മൾ പഠിച്ചു, പ്രേരക നാഡി എന്താണെന്നൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ സംവേദ നാഡി എന്ന് പറയുമ്പോൾ സംവേദ നാഡി തന്തുക്കൾ ചേർന്നുണ്ടാവുന്നതാണ് സംവേദ നാഡി. അപ്പോൾ അതിൻ്റെ ധർമ്മം എന്താണ്? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ എങ്ങോട്ട് എത്തിക്കുന്നു? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നത് സംവേദ നാഡി. പ്രേരക നാഡി എന്താണ്? മസ്തിഷ്കം, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെയാണ് കോളമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി സമ്മിശ്ര നാഡി എന്ന് പറഞ്ഞാൽ എന്താണ്? മിശ്രമാണ് അല്ലേ? അപ്പോൾ സംവേദ നാഡീയ തന്തുക്കളും പ്രേരക നാഡീയ തന്തുക്കളും കൂടി ചേർന്നിട്ടാണ് മിശ്രം അല്ലേ? അപ്പോൾ രണ്ടും കൂടെ ചേരുന്നതാണ് സമ്മിശ്ര നാഡി. അപ്പോൾ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നു. അപ്പോൾ രണ്ടും, സംവേദ നാഡി എന്ന് പറയുമ്പോൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങൾ എത്തിക്കുന്നു. പ്രേരക നാഡി എന്ന് പറയുമ്പോൾ തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നും സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. സമ്മിശ്ര നാഡി എന്ന് പറയുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും മിശ്രമല്ലേ? അപ്പോൾ തിരിച്ചും മറിച്ചും, അതായത് തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിള് ഇമ്പോർട്ടൻ്റ് ആണ്. മസ്തിഷ്കം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം നമ്മൾ പഠിച്ചു, ന്യൂറോൺ ആണെന്ന് പഠിച്ചു. ഓക്കെ, അതുപോലെ നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന എന്താണ്? നമ്മുടെ മസ്തിഷ്കമാണ്. ഓക്കെ, നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം എന്ന് പറയുന്നത്. ഈ മസ്തിഷ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
നമ്മുടെ തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം എന്ന് പറയുന്നത്. തലയോടിനുള്ളിലാണ് എന്ത് സ്ഥിതി ചെയ്തിരിക്കുന്നത്? മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ മസ്തിഷ്കത്തെ പൊതിഞ്ഞിട്ട് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു ആവരണം കാണപ്പെടുന്നുണ്ട്. ഓക്കെ, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് എന്ത് കാണുന്നുണ്ട്? 3 സ്തരപാളികളുള്ള ഒരു ആവരണം, അതിൻ്റെ പേരാണ് മെനിഞ്ചസ്. ഇത് സ്ഥിരമായിട്ട് PSCക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മെനിഞ്ചസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. തലയോടിനുള്ളിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മസ്തിഷ്കം സ്ഥിതി ചെയ്യുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്തരപാളികളുള്ള ഒരു ആവരണമുണ്ട്, അതിൻ്റെ പേരാണ് എന്ത്? മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും അതുപോലെ തന്നെ മസ്തിഷ്ക അറകളിലും എന്ത് കാണാൻ പറ്റും നമുക്ക്? സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എവിടേക്കാണ്? മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും അതുപോലെ മസ്തിഷ്ക അറകളിലും എന്ത് നിറഞ്ഞിട്ടുണ്ട്? സെറിബ്രോസ്പൈനൽ ദ്രവം. ഇത്രയും കിട്ടിയല്ലോ, നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഈ സെറിബ്രോസ്പൈനൽ ദ്രവം എന്ന് പറയുന്നത് എന്താണ്? രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന സെറിബ്രോസ്പൈനൽ ദ്രവം എന്താണ് ചെയ്യുന്നത്? തിരികെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സെറിബ്രോസ്പൈനൽ ദ്രവം രൂപപ്പെടുന്നത് എവിടെ നിന്നാണ്? രക്തത്തിൽ നിന്നാണ്. അത് തിരിച്ചെങ്ങോട്ട് തന്നെയാണ് ആഗിരണം ചെയ്യുന്നത്? രക്തത്തിലേക്ക് തന്നെയാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഓക്കെ, മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. ഓക്കെ, അപ്പോൾ രക്തത്തിൽ നിന്നാണ് സെറിബ്രോസ്പൈനൽ ദ്രവം രൂപപ്പെടുന്നത്. തിരികെ അത് രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇനി സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. ഓക്കെ, ഇനി നോക്കുക, ജീവൽ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളാണ്. ഓക്കെ, മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതായത് മസ്തിഷ്കത്തിന്റെ പ്രധാനപ്പെട്ട പാർട്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻ എന്താണ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് സെറിബ്രമാണ്. സെറിബ്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണാനായിട്ട് പറ്റും. ഇങ്ങനെ കുറേ ചുളിവുകളും മടക്കുകളും ഒക്കെ ആയിട്ട് കാണുന്നില്ലേ, ഒരു സ്കിൻ കളറിൽ കാണപ്പെടുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത്? സെറിബ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെറിബ്രത്തിൻ്റെ എന്താണ് ഫങ്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. നമുക്ക് ഈ ചിത്രം നോക്കിയാലായിട്ട് കാണാൻ പറ്റും. ഈ ചുളിവും മടക്കുമുള്ള ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ ഭാഗമാണ് അല്ലേ. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് എന്ത്? സെറിബ്രം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ധാരാളം എന്ത് കാണുന്നുണ്ട്? ചുളിവുകളും മടക്കുകളും ഇവിടെ കാണപ്പെടുന്നുണ്ട്. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു. അപ്പോൾ സെറിബ്രത്തിന് 2 പാർട്ടുണ്ട്. ഒന്ന് പുറം ഭാഗം കോർട്ടെക്സ് എന്നറിയപ്പെടുന്നു, ഉൾഭാഗം മെഡുല്ല എന്നറിയപ്പെടുന്നു. കോർട്ടെക്സിന്റെ നിറം എന്താണ്? ചാരനിറമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ സെറിബ്രത്തിന്റെ പുറം ഭാഗം കോർട്ടെക്സ് ആണ്, ചാരനിറമുള്ള കോർട്ടെക്സ്. ഇനി ഉൾഭാഗം എന്താണ്? മെഡുല്ല. മെഡുല്ലയുടെ നിറം എന്താണ്? വെളുത്ത നിറമാണ് ഉള്ളത്. ഓക്കെ, ഇനി ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് എന്ത്? സെറിബ്രം. നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ ബുദ്ധിയും ഓർമ്മ, ഭാവന ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കേന്ദ്രമാണ് എന്ത്? സെറിബ്രം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ ഏതൊക്കെയാണ്? ഇന്ദ്രിയാനുഭവങ്ങൾ നമ്മൾ ഇനി പഠിക്കുന്നുണ്ടല്ലേ, ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, കാഴ്ച, കേൾവി അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നത് ഏതു ഭാഗമാണ്? സെറിബ്രമാണ്. അതുപോലെ തന്നെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നതും സെറിബ്രമാണ്. ഐച്ഛിക ചലനം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇഷ്ടത്തോട് കൂടിയിട്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ കൈ ഒന്നിങ്ങനെ അനക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ചലനങ്ങളെയാണ് ഐച്ഛിക ചലനങ്ങൾ എന്ന് പറയുക.
അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. ഓക്കെ, അപ്പം നമ്മുടെ അറിവോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചലനങ്ങൾ അതിനെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അപ്പം ഇത്രയും കാര്യം സെറിബ്രത്തെക്കുറിച്ച് ഓർത്തിരിക്കുക. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നുണ്ട്. സെറിബ്രത്തിന് 2 പാർട്ട് ഉണ്ട്. എന്താണ്? ചാരനിറമുള്ള പുറം ഭാഗം കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗം മെഡുല എന്നും വിളിക്കുന്നു. പിന്നെ എന്താ പറഞ്ഞേ? ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇത്രയുമാണ് സെറിബ്രം എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? ക്ലിയർ? ഇനി അടുത്തത് സെറിബെല്ലമാണ് നമ്മൾ നോക്കുന്നത്. സെറിബെല്ലം എന്താണ്? സെറിബെല്ലം ഇതാ ഇവിടെ നോക്കുക. ഈ സെറിബ്രത്തിന്റെ പാർട്ടിൽ താഴെയായിട്ട് വരുന്ന ഒരു ലീഫിനെ പോലെ അല്ലേ, നമുക്ക് കാണുമ്പോൾ ഒരു ഇലയുടെ ഷേപ്പിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ഇലയുടെ ഷേപ്പിൽ കാണപ്പെടുന്ന ഇതാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ 2ാമത്തെ വലിയ ഭാഗമാണ്. ഏറ്റവും വലിയ ഭാഗം നമ്മൾ പറഞ്ഞു സെറിബ്രമാണ്. സെറിബ്രം കഴിഞ്ഞാൽ ഈ ചിത്രം നമുക്ക് നോക്കിയാൽ അടുത്ത വലിയ ഭാഗമായിട്ട് തോന്നുന്നത് സെറിബെല്ലം തന്നെയാണ് അല്ലേ. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ 2ാമത്തെ വലിയ ഭാഗമാണ് എന്ത്? സെറിബെല്ലം എന്ന് പറയുന്നത്. സെറിബ്രത്തിനു പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണുന്നു. നമുക്ക് ചിത്രം നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, സെറിബ്രത്തിന്റെ പിന്നിലാണ് 2 ദളങ്ങൾ. ഒരു ഇലയുടെ ഷേപ്പിലല്ലേ കാണുന്നത്? 2 ദളങ്ങളായിട്ടാണ് നമുക്ക് സെറിബ്രത്തിന് താഴെ സെറിബെല്ലം കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണുന്നു. ചുളിവുകളും ചാലുകളും ഉണ്ട് അല്ലേ. നമുക്ക് ഇലയുടെയൊക്കെ ഇങ്ങനെ വെയിൻസ് പോകുന്നത് പോലെ ഇങ്ങനെ ചാലുകളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ചുളിവുകളുണ്ട്, ചാലുകളുണ്ട്. പിന്നെന്താ? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു. നമ്മുടെ പേശി പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് നമ്മുടെ ശരീര തുലന നില പാലിക്കുന്നത് ആരാണ്? സെറിബെല്ലമാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ മദ്യം അല്ലെ, മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ബാധിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബെല്ലമാണ്. അതാണ് എന്താണ്? മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന്റെ തുലന നില നഷ്ടപ്പെട്ടിട്ട് അവർ നിന്നിങ്ങനെ ആടുകയൊക്കെ ചെയ്യുന്നില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് സെറിബെല്ലത്തെയാണ് അത് ബാധിക്കുന്നത്. ശരീരത്തിന്റെ തുലന നില നഷ്ടമാവുകയാണ് ചെയ്യുന്നത് മദ്യം കഴിക്കുന്ന സമയത്ത്. അത് സെറിബെല്ലത്തെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. സെറിബെല്ലം, ബെല്ലം എന്ന് പറയുമ്പോൾ വെള്ളമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ മദ്യം ആ ഒരു രീതിയിൽ നമുക്ക് കണക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ കോഡൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നോക്കുക സെറിബെല്ലം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? മസ്തിഷ്കത്തിൻ്റെ 2ാമത്തെ വലിയ ഭാഗം. സെറിബ്രത്തിനു പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ടാണ് കാണുന്നത്. ചുളിവുകളും ചാലുകളും ഉണ്ട്. പിന്നെന്താ? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു. ഇത്രയും കിട്ടിയല്ലോ, സെറിബെല്ലം കിട്ടി. ഇനി അടുത്തത് മെഡുല്ല ഒബ്ലാങ്കേറ്റ. മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത് ഏതാണ്? അതാ ഈ താഴെ ഒരു ദണ്ട് പോലെ ഇങ്ങനെ കാണുന്നില്ലേ, അതാണ് എന്ത്? മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. ചിത്രം കാണുന്നുണ്ടല്ലോ. അപ്പോൾ നോക്കുക, സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് അല്ലേ, സെറിബ്രത്തിന് താഴെയാണ്, സെറിബെല്ലത്തോട് ചേർന്നിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ഒരു ദണ്ഡാകൃതിയിൽ, ആകൃതി കാണുന്നുണ്ടല്ലോ, ദണ്ഡാകൃതിയിൽ കാണുന്നതാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിക്ചറിലൂടെ തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ടൈമിൽ ഈ പിക്ചറൊക്കെ മൈൻഡിൽ വന്നോളും. അപ്പോൾ അധികവും പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ചിത്രം മനസ്സിൽ കൊണ്ടുവരാം. അപ്പോൾ സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണുന്നതാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ ഫംഗ്ഷൻ എന്താണ്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ, അപ്പോൾ നമ്മൾ നേരത്തെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാന്ന് പഠിച്ചു? സെറിബ്രമാണെന്ന് പഠിച്ചു അല്ലേ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തോടെ കൈ ഒന്നിങ്ങനെ വീശുവാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ സെറിബ്രമാണ് അത് നിയന്ത്രിക്കുന്നത്. അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തോടെ അല്ലാതെ, അതായത് നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ വേണമെന്ന് വെച്ചിട്ടാണോ? അല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. അങ്ങനെയുള്ളതിനെയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയാം. അപ്പം അനൈച്ഛിക പ്രവർത്തനങ്ങൾ, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം പോലുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. ഓക്കെ ആണല്ലോ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് തലാമസ് ആണ്. തലാമസ്
തലാമസ് എവിടെയാണെന്ന് നോക്കൂ. ദാ സെറിബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഇവിടെയാണ് കാണപ്പെടുന്നത്, അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ സെറിബ്രത്തിന് താഴെയായിട്ടാണ് എന്ത് കാണുന്നത്? തലാമസ് കാണപ്പെടുന്നത്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ്. ഓക്കെ, സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് എന്ത്? തലാമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓരോ പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ പഠിക്കുക, സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു. എന്ത് ചെയ്യുന്നു? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ചിട്ട് അതിൽ സെലക്ട് ചെയ്യും. പ്രാധാന്യമുള്ളവയെ മാത്രം സെലക്ട് ചെയ്തിട്ട് സെറിബ്രത്തിലേക്ക് അയക്കുന്നത് ആരാണ്? തലാമസ് ആണ്. ഓക്കെ, അപ്പോൾ തലാമസ് എന്ന് പറയുമ്പോൾ സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആവേഗങ്ങളെ പരിശോധിച്ചിട്ട് എന്ത് ചെയ്യുന്നു? പ്രാധാന്യമുള്ളവയെ മാത്രം സെറിബ്രത്തിലേക്ക് അയക്കുന്ന ആളാണ് തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. ഇനി തലാമസ് കഴിഞ്ഞാൽ അടുത്ത പാർട്ട് ഹൈപ്പോ തലാമസ് ആണ്. ഹൈപ്പോ തലാമസ് എന്ന് പറയുമ്പോൾ തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗം അല്ലേ, നമ്മൾ തലാമസ് പഠിച്ചു, അതിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നത് ഈ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ ഓരോ പാർട്ട്, മസ്തിഷ്കത്തിൻ്റെ ഓരോ പാർട്ടും വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ മസ്തിഷ്കം നമ്മുടെ കഴിഞ്ഞു. ഇനി സുഷുമ്നയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സുഷുമ്ന എന്ന് പറയുമ്പോൾ മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായിട്ട് വരുന്ന ഭാഗമാണ് എന്ത്? സുഷുമ്ന എന്ന് പറയുന്നത്. ഓക്കെ, മെഡുല്ല ഒബ്ലാങ്കേറ്റ എവിടെയാണ്? നമ്മളിപ്പോൾ പിക്ചറിൽ പഠിച്ചല്ലോ. മെഡുല്ല ഒബ്ലാങ്കേറ്റ എവിടെ കിടക്കുന്നു? ദാ ഈ ദണ്ഡാകൃതിയിൽ കാണുന്നുണ്ട് അല്ലേ, അവസാനത്തെ ഭാഗം. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നതാണ് എന്ത്? സുഷുമ്ന എന്ന് പറയുന്നത്. മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുമ്ന. സുഷുമ്ന നട്ടെല്ലിനുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നട്ടെല്ലിനകത്താണ് ആര് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? സുഷുമ്ന സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്കത്തിലെ പോലെ സുഷുമ്നയും മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു മസ്തിഷ്കത്തെ ഒരു 3 സ്തരപാളികളുള്ള ഒരു ആവരണം ഉണ്ടെന്ന് പറഞ്ഞു, മെനിഞ്ചസ് എന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെ സുഷുമ്നയെയും എന്ത് ചെയ്തിട്ടുണ്ട്? മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട്. ഇനി സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന ചാലിലും സെറിബ്രോസ്പൈനൽ ദ്രവമുണ്ട്. നമ്മൾ മസ്തിഷ്കത്തിൽ പഠിച്ചതുപോലെ തന്നെ സെറിബ്രോസ്പൈനൽ ദ്രവം എവിടെയുണ്ട്? സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന് പറയുന്ന ചാലിൽ ഉണ്ട്. ഓക്കെ, സെൻട്രൽ കനാലിൽ എന്തുണ്ട്? സെറിബ്രോസ്പൈനൽ ദ്രവമുണ്ട്. അപ്പോൾ മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് സുഷുമ്ന. സുഷുമ്ന എവിടെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? നട്ടെല്ലിനുള്ളിലാണ്. മസ്തിഷ്കത്തിലെ പോലെ തന്നെ സുഷുമ്നയിലും എന്ത് കാണുന്നുണ്ട്? മെനിഞ്ചസ് കൊണ്ടുള്ള ആവരണമുണ്ട്. സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാലിൽ എന്ത് കാണുന്നുണ്ട്? സെറിബ്രോസ്പൈനൽ ദ്രവം ഉണ്ട്. ഓക്കെ, സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും. എന്താണ് വൈറ്റ് മാറ്റർ, എന്താണ് ഗ്രേ മാറ്റർ എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. മയലിൻ ഷീത്ത് കാണുന്നത് വൈറ്റ് മാറ്റർ ആണ്. മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ശ്വാൻ കോശങ്ങളാൽ നിർമ്മിതമാണ് അല്ലേ, അത് വൈറ്റ് കളറിലാണ് കാണുന്നത്. സോ മൈലിൻ ഷീത്ത് പ്രസൻസ് ആയിട്ടുള്ളതിനെ വൈറ്റ് മാറ്റർ എന്ന് പറയും. മൈലിൻ ഷീത്ത് ആബ്സെന്റ് ആയിട്ടുള്ള നാഡീകോശങ്ങളെ ഗ്രേ മാറ്റർ എന്നും പറയും. നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് എന്താണ് കാണുന്നത്? വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് എന്താണ് കാണുന്നത്? ഗ്രേ മാറ്ററും ആണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നോക്കുക, നട്ടെല്ലിനുള്ളിലെ സുഷുമ്ന എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. നവജാത ശിശുവിൻ്റെ സുഷുമ്ന നട്ടെല്ലിൻ്റെ താഴെ അഗ്രം വരെ നീണ്ടുകിടക്കുന്നു. എന്നാൽ മുതിർന്നവരുടേത് നട്ടെല്ലിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ ഉള്ളൂ. കാരണം നട്ടെല്ല് വളരുന്നതിനനുസൃതമായി സുഷുമ്ന വളരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് സുഷുമ്ന എന്ന് പറയുന്നത്? വളരുന്നില്ല. നട്ടെല്ല് വളരുന്നതിനനുസരിച്ച് എന്ത് വളരില്ല? സുഷുമ്നയ്ക്ക് കൃത്യമായിട്ടൊരു നീളമുണ്ട്, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സുഷുമ്ന നമ്മുടെ നട്ടെല്ല് വളരുന്നതിനനുസരിച്ച് വളരുന്നില്ല.
അപ്പോൾ നമ്മുടെ മുതിർന്നവരുടെ നട്ടെല്ല് നീളം ഉണ്ടാവും, അതിൻ്റെ മധ്യഭാഗം വരെ ആരുണ്ടാവുള്ളൂ, സുഷുമ്ന ഉണ്ടാവുള്ളൂ. പക്ഷേ നവജാത ശിശുക്കളുടെ നട്ടെല്ലിൻ്റെ അത്രയും വരെ, അഗ്രം വരെ നീട്ടം ആർക്കുണ്ടാവും, സുഷുമ്നയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഈ കോളം ഒന്ന് വായിക്കുക കേട്ടോ. അടുത്തത് നോക്കുക, സുഷുമ്നയിൽ നിന്നും, ഇവിടെ സുഷുമ്നയുടെ ഛേദമാണ് കൊടുത്തിട്ടുള്ളത്. സുഷുമ്നയിൽ നിന്നും 31 ജോഡി സുഷുമ്നാ നാഡികൾ പുറപ്പെടുന്നു. സുഷുമ്നയിൽ നിന്നും എത്രയാണ്, 31 ജോഡിയാണ് കേട്ടോ, നോട്ട് ചെയ്തേക്കുക. സുഷുമ്നയിൽ നിന്നും 31 ജോഡി സുഷുമ്നാ നാഡികൾ പുറപ്പെടുന്നുണ്ട്. ഓരോ സുഷുമ്നാ നാഡിയും ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാവുന്നു. ഓരോ സുഷുമ്നാ നാഡിയും എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നിട്ടാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ചിത്രം, ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്. ഇവിടെ പിക്ചർ കൊടുത്തിരിക്കുന്നതാണോ, അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇനി സംവേദ ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്കും, ഓക്കെ, സംവേദ ആവേഗങ്ങൾ, സംവേദനാഡിയും പ്രേരകനാഡിയും എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. അപ്പോൾ സംവേദ ആവേഗങ്ങൾ എവിടെയാണ്, ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്ക്, പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു കേട്ടോ. സംവേദ ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്കും, പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കുമാണ് പ്രവഹിക്കുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നതും നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും സുഷുമ്നയാണ്. അപ്പോൾ സുഷുമ്നയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് പറയുന്നത്. എന്തൊക്കെയാണ്, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും, നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും, അതായത് മസ്തിഷ്കത്തിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും പ്രേഷണം ചെയ്യുന്നതും നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും ആരാണ്, സുഷുമ്നയാണ്. ഓക്കെ, അപ്പോൾ സുഷുമ്നയുടെ ഫംഗ്ഷനും കിട്ടിയല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു, സുഷുമ്ന, സുഷുമ്നയുടെ സംരക്ഷണം, അതിൻ്റെ രൂപപ്പെടൽ, സുഷുമ്നയുടെ ധർമ്മം, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് റിഫ്ലെക്സ് പ്രവർത്തനങ്ങളാണ് നോക്കുന്നത്. എന്താണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ കൈ ഇപ്പം തീയുണ്ട്, തീയിൻ്റെ അടുത്തേക്ക് നമ്മുടെ കൈ പോയി കഴിഞ്ഞാൽ ചൂട് തട്ടുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കൈ പുറകിലോട്ട് വലിക്കും. അത് നമ്മൾ വേണമെന്ന് വെച്ചിട്ടല്ല, പക്ഷെ ആ ഒരു ഉദ്ദീപനം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ പ്രതികരിച്ചു പോവുകയാണ് അല്ലേ. അപ്പോൾ അതാണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളെയാണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രവർത്തനങ്ങൾ ഒരിക്കലും എന്താണ്, ബോധപൂർവമല്ല അല്ലെ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഓട്ടോമാറ്റിക്കലി നമുക്കൊരു വേദന വരുന്നു അല്ലെങ്കിൽ ചൂട് തട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ പുറകിലോട്ട് വലിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അത് ഓട്ടോമാറ്റിക്കായിട്ട്, അത് ബോധപൂർവമല്ല അല്ലേ. അപ്പോൾ അതിനെയാണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, റിഫ്ലെക്സ് പ്രവർത്തനങ്ങളിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോന്നും, പ്രേരകനാഡി നമ്മൾ പഠിച്ചതാണ് അല്ലേ. സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്നു. സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം എന്ത് ചെയ്യുന്നു, ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് പ്രേരകനാഡി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ബന്ധപ്പെട്ട പേശി എന്താണ്, പേശികളുടെ പ്രവർത്തനത്താൽ കൈ പിൻവലിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഓർഡർ നോക്കുക. ഫസ്റ്റ് ആദ്യം എവിടെയാണ്, ഉദ്ദീപനം. അതായത് ഇവിടെ തീ കണ്ടോ, തീയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ വിരൽ ഇങ്ങനെ അടുത്ത് പോയപ്പോൾ എന്താണ്, ഗ്രാഹി ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. ഗ്രാഹി എന്ത് ചെയ്തു, ആവേഗങ്ങൾ രൂപപ്പെടുത്തി. അതിനുശേഷം സംവേദനാഡി എന്താണ് ചെയ്യുന്നത്, ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ഇവിടെ ചൂട് തട്ടുന്നു അല്ലേ. അപ്പോൾ ആ ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നു. അടുത്തത് ഇന്റർന്യൂറോൺ എന്താണ് ചെയ്യുന്നത്, ഈ സംവേദനാഡിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർന്യൂറോൺ. അപ്പോൾ എന്താണ്, സംവേദനാഡിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർന്യൂറോൺ.
സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ തീയിലോട്ട് പോയപ്പോൾ ഗ്രാഹി, അതായത് ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. സംവേദനാഡി എന്ത് ചെയ്യുന്നു? ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നു. ഇന്റർന്യൂറോൺ എന്ത് ചെയ്യുന്നു? സംവേദ ആവേഗങ്ങൾക്കനുസൃതമായിട്ട് വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. പ്രേരകനാഡി എന്ത് ചെയ്യുന്നു? സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്നു. ദെൻ ബന്ധപ്പെട്ട പേശി എന്ത് ചെയ്യുന്നു? പേശികളുടെ പ്രവർത്തനത്താൽ കൈ പിൻവലിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റിഫ്ലെക്സ് പ്രവർത്തനം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ട് ഇങ്ങനെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഓരോന്നും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു പഠിക്കാം. ഇനി റിഫ്ലെക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലെക്സ് ആർക്ക്. റിഫ്ലെക്സ് ആർക്ക് എന്താണ്? റിഫ്ലെക്സ് പ്രവർത്തനങ്ങളിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. പ്രധാനമായും സുഷുമ്നയാണ് റിഫ്ലെക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ റിഫ്ലെക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ആരാണ്? സുഷുമ്നയാണ്. ഓരോ സെന്റൻസ് നമ്മൾ വായിക്കുന്നത് എന്തിനാണ്? സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ടെക്സ്റ്റിലെ അതേ സെന്റൻസ്, SCERT ടെക്സ്റ്റ് ബുക്കിലെ അതേ സെന്റൻസ് അതുപോലെ തന്നെ കൊടുത്തിട്ടൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓരോ സെന്റൻസും നിങ്ങൾ വായിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ നോക്കുക, റിഫ്ലെക്സ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? സുഷുമ്നയാണ്. ഇത്തരം റിഫ്ലെക്സുകളാണ് സ്പൈനൽ റിഫ്ലെക്സുകൾ. ഓക്കെ, അപ്പോൾ എന്താണ്? സുഷുമ്നയാണ് റിഫ്ലെക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായിട്ട് വർത്തിക്കുന്നത്. ഇത്തരം റിഫ്ലെക്സുകളാണ് സ്പൈനൽ റിഫ്ലെക്സുകൾ. എന്നാൽ എല്ലാ റിഫ്ലെക്സുകളും സുഷുമ്നയുടെ നിയന്ത്രണത്തിലല്ല. സുഷുമ്നയുടെ നിയന്ത്രണത്തിലുള്ള റിഫ്ലെക്സുകളെയാണ് സ്പൈനൽ റിഫ്ലെക്സുകൾ എന്ന് പറയുന്നത്. കണ്ണിൽ ഇപ്പോൾ എന്താണ്? സുഷുമ്നയിലല്ലാത്ത കാര്യമാണ് പറയുന്നത്. കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിന് നേരെ വരുമ്പോഴോ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് ചീമും, അല്ലെ? വെളിച്ചം നല്ല പോലെ പ്രകാശം നമുക്ക് അടിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കണ്ണ് ചീമും. അപ്പോൾ ഇതും എന്താണ്? ഒരു റിഫ്ലെക്സ് പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ ഇത് സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലെക്സ് പ്രവർത്തനങ്ങളാണ്, അല്ലെ? നമ്മൾ പറഞ്ഞു ഇന്ദ്രിയാനുഭവങ്ങളൊക്കെ എന്താണ് കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലെക്സ് പ്രവർത്തനങ്ങളാണ്, അതിനെയാണ് സെറിബ്രൽ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സുഷുമ്നയുടെ നിയന്ത്രണത്തിലുള്ള റിഫ്ലെക്സ് പ്രവർത്തനങ്ങളെ നമ്മൾ സ്പൈനൽ റിഫ്ലെക്സുകൾ എന്ന് പറയും. സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലെക്സ് പ്രവർത്തനങ്ങളെ നമ്മൾ സെറിബ്രൽ റിഫ്ലെക്സ് എന്ന് പറയും. അപ്പോൾ ഒരു സ്പൈനൽ റിഫ്ലെക്സിന് എക്സാമ്പിൾ ആണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഈ കൈ ഇങ്ങനെ തീയിലോട്ട് അടുപ്പിക്കുമ്പോൾ നമുക്ക് ചൂട് തട്ടുമ്പോൾ പെട്ടെന്ന് നമ്മൾ കൈ പുറകോട്ട് വലിക്കുന്നതൊക്കെ സുഷുമ്നയുടെ, അതായത് സ്പൈനൽ റിഫ്ലെക്സിന് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ പ്രകാശം നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ണ് ചീമുന്നു, അത് എന്തിന് എക്സാമ്പിൾ ആണ്? സെറിബ്രൽ റിഫ്ലെക്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി മദ്യവും റിഫ്ലെക്സും. മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടിറിക് ആസിഡ് എന്ന നാഡീപ്രേഷകത്തിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. മദ്യം എന്താണ് ചെയ്യുന്നത്? മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടിറിക് ആസിഡ് എന്ന നാഡീയ പ്രേഷകത്തിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. GABA. ഓക്കെ, അതിനെ ത്വരിതപ്പെടുത്തുന്നു. മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീഭവിക്കുന്ന ഈ നാഡീയ പ്രേഷകത്തിന്റെ ഉയർന്ന അളവ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിനും തടസ്സമാകും. അതായത് മദ്യപിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റിഫ്ലെക്സ് പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല. തീയിൽ പോയി ചവിട്ടിയാലും ചിലർ അറിയാതെ, അല്ലെ, മദ്യപിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? മദ്യപിച്ചു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടിറിക് ആസിഡ് എന്ന് പറയുന്ന നാഡീയ പ്രേഷകത്തിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുകയും മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീഭവിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, മന്ദീഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പതുക്കെയാക്കുക. മസ്തിഷ്ക പ്രവർത്തനങ്ങളൊക്കെ വളരെ സ്ലോ ആയിട്ട് നടക്കും. അങ്ങനെ ഈ നാഡീയ പ്രേഷകത്തിന്റെ ഉയർന്ന അളവ് എന്ത് ചെയ്യും? റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ മെല്ലെയാണ് നടക്കാനായിട്ട് കാരണമാകുന്നത്. അപ്പോൾ എന്താണ്? കറക്റ്റായിട്ട് മെല്ലെ മസ്തിഷ്ക പ്രവർത്തനങ്ങൾ സ്ലോ ആവുന്ന സമയത്ത് പെട്ടെന്ന് ഇപ്പോൾ തീയിൽ കൈ വെട്ടാലും പെട്ടെന്ന് പുറകോട്ട് വലിക്കാനുള്ള ആ പ്രവർത്തനം അവിടെ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാതെ തീയിലും പോയി ചവിട്ടും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തത് നോക്കാം, സ്വതന്ത്ര നാഡീവ്യവസ്ഥ. സ്വതന്ത്ര നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നോക്കാം, ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. എന്താണ്? ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് ഇന്ന് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. സ്വതന്ത്ര നാഡീവ്യവസ്ഥ സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ പിക്ചർ തന്നിട്ടുണ്ട്. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ വരുന്നതും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിലും വരുന്നത് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം.
സിമ്പത്തറ്റിക് വ്യവസ്ഥയിലാണെങ്കിൽ കണ്ണിലെ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഒരു സൈഡ് മാത്രം വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ മറ്റേത് എന്തായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. നോക്കാം, കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു എവിടെയാണ്? സിമ്പത്തറ്റിക്കിൽ. പാരാസിമ്പത്തറ്റിക് ആകുമ്പോൾ അത് ചുരുങ്ങുന്നു. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ഉമിനീർ ഉൽപാദനം കുറയുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? കൂടുന്നു. പാരാസിമ്പത്തറ്റിക്കിലാവുമ്പോൾ കൂടുന്നു. ഇവിടെ ശ്വാസനാളം വികസിക്കുന്നു, ഇവിടെ സങ്കോചിക്കുന്നു. ഇവിടെ ഹൃദയമിടിപ്പ് കൂടുന്നു, ഇവിടെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു. ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകുന്നു. ഇവിടെ നോക്കൂ, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു. ഇവിടെ എന്താണ്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എല്ലാം പറയുന്നത്. അടുത്തത്, കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാകുന്നു. മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു, മൂത്രാശയം ചുരുങ്ങുന്നു. ഇവിടെ ഹോർമോൺ ഉൽപാദനം കൂടുന്നു, ഹോർമോൺ ഉൽപാദനം കുറയുന്നു. അപ്പോൾ ഒരു സൈഡ് നിങ്ങൾ പഠിക്കാം. നമുക്ക് സിമ്പത്തറ്റിക് വ്യവസ്ഥ അങ്ങോട്ട് താറോ ആക്കിയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പത്തറ്റിക് വ്യവസ്ഥ മാത്രം പറയാം. അടുത്തത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും. സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു. സിമ്പത്തറ്റിക് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. സിമ്പത്തറ്റിക്, കണ്ണിലെ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ ഓർത്തോണം കേട്ടോ. കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, സിമ്പത്തറ്റിക് വ്യവസ്ഥ. ഉമിനീർ ഉൽപാദനം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, ഉമിനീർ ഉൽപാദനം കുറയുന്നു, ശ്വാസനാളം വികസിക്കുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു. അതുപോലെ ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു, മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു, ഹോർമോൺ ഉൽപാദനം കൂടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഒരു ഭാഗം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കൺഫ്യൂഷനൊന്നും വരില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രോഗങ്ങളാണ്. നാഡീവ്യവസ്ഥയ്ക്ക് തകരാറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നാഡീവ്യവസ്ഥയിലെ ചെറിയ തകരാറുകൾ പോലും നല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള രോഗങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട 3 രോഗങ്ങളും അതിൻ്റെ കാരണവും അതിൻ്റെ ലക്ഷണവുമാണ് നമുക്ക് ടേബിളായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, അൽഷിമേഴ്സ്. ആദ്യം തന്നെ അൽഷിമേഴ്സ് ആണ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം. അൽഷിമേഴ്സ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷണം നമുക്കൊക്കെ അറിയാം അല്ലേ? എന്താണ്? കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക. നമ്മളറിയാം തന്മാത്ര എന്ന് പറഞ്ഞ് മോഹൻലാലിൻ്റെ ഒരു ഫിലിമൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അൽഷിമേഴ്സിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് അൽഷിമേഴ്സ് വരാനുള്ള കാരണം? മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു, ന്യൂറോണുകൾ നശിക്കുന്നു. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ എന്ത് ചെയ്യുന്നു? ഒരു തരം പ്രോട്ടീൻ വന്ന് അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നു. നാഡീവ്യവസ്ഥയുടെ തന്നെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. ന്യൂറോൺ എന്ന് പറയുന്നത് നമ്മൾ ഘടനയൊക്കെ പഠിച്ചല്ലേ? ആവേഗങ്ങളെ കൊണ്ടുപോകുന്നതും ശരീരത്തിൻ്റെ പുറത്തോട്ട് എത്തിക്കുന്നതും അല്ലേ? പ്രേഷകങ്ങൾ ശ്രവിക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ന്യൂറോണുകൾ തന്നെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുകയും ന്യൂറോണുകൾ നശിച്ചു പോവുകയും ചെയ്യുന്നു. അതാണ് അൽഷിമേഴ്സിന് കാരണം. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്തത് പാർക്കിൻസൺസ്. പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത് എന്താണ്? മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം, ചില പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം എന്താണ്? പാർക്കിൻസൺസ് രോഗത്തിന് കാരണമാണ്. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് കൊണ്ടും ഉണ്ടാവുന്നുണ്ട്. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത്, നമ്മൾ നാഡീയ പ്രേഷകങ്ങളുടെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഡോപ്പമിൻ ഒക്കെ പഠിച്ചതാണ്. അപ്പം തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നു. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം, ഇത് രണ്ടുമാണ് പാർക്കിൻസൺസ് രോഗത്തിന് കാരണം. ഇനി അതിൻ്റെ ലക്ഷണം എന്താണ്? ശരീര തുലന നില നഷ്ടമാവുക, പേശികളുടെ ക്രമരഹിതമായിട്ടുള്ള ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമിനീരൊഴുക. നമ്മൾ ഇങ്ങനെയുള്ള രോഗികളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? വായിൽ നിന്ന് എനി ടൈം ഇങ്ങനെ ഉമിനീരൊഴുകിക്കൊണ്ടിരിക്കുക, കൈകാലുകളൊക്കെ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക, പേശികളുടെയൊക്കെ ചലനം അല്ലേ? ക്രമരഹിതമായിട്ട് ഇങ്ങനെ വിരലുകളൊക്കെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അതാണ് പാർക്കിൻസൺസ് രോഗം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം, അതുപോലെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നു. ഇത് രണ്ടുമാണ് പാർക്കിൻസൺസ് രോഗത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം. ഇനി അപസ്മാരം. അപസ്മാരം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള രോഗമാണ് അല്ലേ?
അപ്പോൾ അതിൻ്റെ ലക്ഷണം നമുക്കറിയാം. കാരണം എന്താണ്? തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. തലച്ചോറിൽ തുടർച്ചയായി എന്ത് ചെയ്യുന്നു? ക്രമരഹിതമായിട്ടുള്ള വൈദ്യുത പ്രവാഹം ഉണ്ടാവുന്നതാണ് അപസ്മാരത്തിന് കാരണം. അപ്പം അതിൻ്റെ ലക്ഷണം നമുക്കറിയാലേ. തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലാവുന്നു. നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ. പിന്നെ താക്കോലൊക്കെ എടുത്ത് കയ്യിൽ കൊടുക്കുന്ന, ഇരുമ്പിൻ്റെ എന്തെങ്കിലും കയ്യിൽ കൊടുത്തു കഴിയുമ്പോൾ ശരിയാവുന്ന ഒരു അവസ്ഥ അല്ലേ. വായിലൊക്കെ നുരയും പതയും വരും, പല്ലൊക്കെ ഇങ്ങനെ കടിച്ചു പിടിക്കും അല്ലേ. അതിൻ്റെ ഇടയിൽ നമ്മുടെ കൈ എങ്ങാനും പെട്ട് കഴിഞ്ഞാൽ കൈ മുറിയുന്നത് വരെ അവരെ കടിച്ചു പോകും അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് അപസ്മാരം എന്ന് പറയുന്നത്. എന്താണ് അതിന് കാരണം? തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതാണ് അപസ്മാരത്തിന് കാരണം. ഓക്കെ, അപ്പോൾ ഇതാണ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നാഡീവ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.